Good morning. Good morning, ma'am. Good morning, ma'am. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ എടുത്തത്? എത്ര ഫോർമുലാസ് പറഞ്ഞേ? 25. 24 വരെ പറഞ്ഞു. കംപ്ലീറ്റ് അല്ലേ ഇത്? Yes, ma'am. കംപ്ലീറ്റ് ആണ്. ഓക്കെ, നമ്മൾ 24 വരെയും ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് വരെയും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇത്രയും ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാലോ? ഓക്കെ, ഓക്കെ, നമ്മൾ നെക്സ്റ്റ് 25 ആണ് കേട്ടോ. പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ആൻഡ് ഓർ ഇംപ്രോപ്പർ കൺസേൺഡ്. എന്താണ് മെഡിക്കൽ റെക്കോർഡ്സില്? അതായത് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺഡ് എന്ന് പറഞ്ഞാൽ എന്താ? സമ്മതം അല്ലെ? നമുക്കറിയാം, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ എത്തി പുതിയൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ആരുടെ സമ്മതം വേണം? ആരുടെ സമ്മതമാണ് ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുന്നതിന് മുൻപ് വേണ്ടത്? ആരുടെ സമ്മതമാണ് വേണ്ടേ? കൺസേൺഡാ വേണ്ടേ? ആരുടെയാണ് വേണ്ടത്? ആ പേഷ്യന്റിന് വേണം അല്ലെ? ആ പേഷ്യന്റിന് അവിടെ റൈറ്റ് ആണത് അല്ലെ? പേഷ്യന്റിന്റെ അവകാശമാണത്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ടുള്ള എന്ത് കാര്യങ്ങളും ആ പേഷ്യന്റ് അറിഞ്ഞുകൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ ആണ്. അതായത് പൂർണ്ണമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡ്സ് എത്ര എണ്ണമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായ വിവരങ്ങൾ കൈമാറാതെ വരുന്ന സമ്മതങ്ങൾ അല്ലെ? ഇപ്പൊ നോക്കിയേ, ഇപ്പൊ നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വന്നു. ആ പേഷ്യന്റിന് ഒരു പുതിയ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാണ് അല്ലെ? അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? അവർക്ക് ഇന്ന ട്രീറ്റ്മെന്റ് ആണ് പുതിയതായിട്ട് ചെയ്യേണ്ടത്. ഇനി ആ ഒരു ട്രീറ്റ്മെന്റ് എടുത്താൽ എന്തൊക്കെയായിരിക്കും ആ ട്രീറ്റ്മെന്റുകൾ കൊണ്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റ്മെന്റിൽ വരുന്ന പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യന്റ് എന്തൊക്കെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാവും അല്ലെ? അതുപോലെ എന്തൊക്കെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ അപകട സാധ്യതകൾ എന്തൊക്കെയാണ് ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് അല്ലെ? ഇനി ആ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് ചിലപ്പോൾ അവർക്ക് അത് എഫക്റ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പകരം നമുക്ക് മറ്റൊരു പ്രൊസീജിയർ അല്ലെങ്കിൽ മറ്റേത് ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റും. അതിന്റെയും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള നേട്ടങ്ങൾ അല്ലെ? ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ടാവും, അതുപോലെ തന്നെ റിസ്കും ഉണ്ടാവും അല്ലെ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ പേഷ്യന്റിനോട് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുത്ത് അവരിൽ നിന്ന് സമ്മതം കൺസേൺ വാങ്ങിയ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെ? അപ്പൊ അവരോട് ഇങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് കൃത്യമായിട്ട് അവരുടെ രോഗസ്ഥിതി, ആരോഗ്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനും ആ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് അവർക്ക് സ്വയം ഒരു ഡിസിഷൻ അല്ലെങ്കിൽ തീരുമാനം എടുക്കാനും വേണ്ടിയിട്ടാണ് അല്ലെ? ഈ ട്രീറ്റ്മെന്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം ആ പേഷ്യന്റിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അവരുടെ സമ്മതപ്രകാരം മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ചില ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് അവരെന്ത് ചെയ്യുന്നില്ല? പൂർണ്ണമായിട്ടുള്ള ഇൻഫർമേഷൻസ് പേഷ്യൻസിന് കൊടുക്കുന്നില്ല. അതായത് ഇപ്പൊ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആ ട്രീറ്റ്മെന്റിന് ഗുണങ്ങളും ഉണ്ടാവും, അതുപോലെ തന്നെ റിസ്കും ഉണ്ടാവും അല്ലെ? രണ്ടും ഉണ്ടാവും അല്ലെ? അപ്പൊ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോ അപ്പൊ അതില് അവരെന്ത് പറയും? നല്ല ബെനിഫിറ്റ്സ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ പേഷ്യൻസിനോട് പറയുന്നത്. അപ്പൊ അങ്ങനെ ബെനിഫിറ്റ്സ് മാത്രം പറയുന്നത് കൊണ്ട് പേഷ്യൻസ് വിചാരിക്കുന്നത് എന്താ? ഈ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ എനിക്ക് വേറൊരു പ്രോബ്ലം ഒന്നും ഉണ്ടാവുന്നില്ല അല്ലെ? നമുക്ക് നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് അവർക്ക്. അപ്പൊ അവരെന്ത് ചെയ്യും? ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുക്കും അല്ലെ? അപ്പൊ അങ്ങനെ പൂർണ്ണമായ വിവരങ്ങൾ കൈമാറാതെ അവരിൽ നിന്ന് അനുമതി വാങ്ങുന്ന എത്ര മെഡിക്കൽ റെക്കോർഡുകൾ ഉണ്ട്, അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ പൂർണ്ണമായിട്ടും അവരോട് വിവരങ്ങൾ കൈമാറാതെ വരുന്നത് കൊണ്ട് എന്തൊക്കെ ഉണ്ടാവാം? അങ്ങനെ പൂർണ്ണമായിട്ട് അവരോട് കൈമാറാതെ വരുന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് അവരെടുത്തു അല്ലെ? ആ ട്രീറ്റ്മെന്റ് എടുത്തു, അവർക്കറിയില്ല അതുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ അല്ലെങ്കിൽ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് അവർക്കറിയുന്നില്ല അല്ലെ? അവരോട് ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ അവർക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ വന്ന് ചിലപ്പോൾ എന്ത് ചെയ്യാം? ആ പേഷ്യൻസ് മരണപ്പെട്ടു പോവാം
അല്ലെ? അല്ലെന്നുണ്ടെങ്കിലോ അവര് പിന്നീട് അറിയാണ് ഒരുപാട് സൈഡ് എഫക്ട്സ് അവർക്ക് അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഈ ട്രീറ്റ്മെന്റ് എടുത്തത് കൊണ്ട് വരികയാണെങ്കിൽ അവർ എന്ത് ചെയ്യും? ആ ഒരു ഹോസ്പിറ്റലിലെ സർവീസിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്തത് കൊണ്ട് തന്നെ അവർ ഡിസ്ചാർജ് വാങ്ങി പോവാനും സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ എത്ര പേര് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട്? അല്ലെങ്കിൽ ഇങ്ങനെ ഇംപ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് വിവരങ്ങൾ കൊടുക്കാതെ എത്ര ആളുകളിൽ നിന്ന് സമ്മതങ്ങൾ വാങ്ങിയിട്ടുണ്ട്? ആ മെഡിക്കൽ റെക്കോർഡുകളുടെ പെർസെന്റേജ് ആണ് ഇവിടെ കാണുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ജനറൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയോ? നോക്കിയപ്പോ 25th, informed consent is a type of consent in which the healthcare provider has a duty to initiate his or her patient about the procedure. അല്ലെ? ഇൻഫോംഡ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് ആവശ്യമായ വിവരങ്ങൾ കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് എന്ത് ചെയ്യണം? സമ്മതം വാങ്ങണം അല്ലെ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കൺസേൺ ഇൻ വിച്ച് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, അത് ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ആ ഹോസ്പിറ്റലിലെ ആ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്ന് പറയുന്ന സ്റ്റാഫാണ് ചെയ്യേണ്ടത് അല്ലെ? ആസ് എ ഡ്യൂട്ടി, അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ചുമതലയാണ് എന്തെന്ന് പറയുന്നത്? ഇനിഷ്യേറ്റ് ഹിസ് ഓർ ഹെർ പേഷ്യന്റ് അബൌട്ട് ദ പ്രൊസീജിയർ, ആ പേഷ്യൻസിനോട് അവർക്ക് കൊടുക്കാൻ പോകുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അല്ലെ? ആൻഡ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ റിസ്ക്, അതിന്റെ അപകട സാധ്യതകൾ, ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് വഴി അവർക്ക് എന്തൊക്കെ അപകട സാധ്യതകളുണ്ട്, ആൻഡ് ബെനിഫിറ്റ്സ്, എന്തൊക്കെ നേട്ടങ്ങൾ അത് ചെയ്യുന്നത് വഴി ഉണ്ടാവുന്നുണ്ട്, ആൻഡ് ഓൾട്ടർനേറ്റീവ് പ്രൊസീജിയർ, ഒരെണ്ണം ചെയ്താൽ നമുക്ക് ഫലപ്രദമായില്ലെങ്കിൽ അതിന് പകരം മറ്റേത് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും അല്ലെ? അല്ലെങ്കിൽ മറ്റേതൊരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരുപാട് ബെനിഫിറ്റ്സും അതുപോലെ റിസ്കും ഉണ്ട് അല്ലെ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ഇൻഫർമേഷൻസ് ആ പേഷ്യൻസിന് നൽകുകയും as well as to make the patient able to take an informed decision of his or her health care. ആ വരുന്ന ഇൻഫർമേഷൻസിൽ നിന്നും അവർക്ക് അവരുടെ ആരോഗ്യ കാര്യത്തെ കുറിച്ചുള്ളൊരു പൂർണ്ണമായ ഒരു തീരുമാനം എടുക്കാനായിട്ട്, അതായത് ഈ ട്രീറ്റ്മെന്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനം, ശരിയായ തീരുമാനം എടുക്കാനായിട്ട് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് വഴി ആ പേഷ്യൻസിന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാതെ വരുന്നത് വഴി കിട്ടുന്ന എന്താണ്? കൺസേൺ അല്ലെങ്കിൽ സമ്മതം എത്ര എണ്ണമുണ്ട്, അതിന്റെ പെർസെന്റേജ്, അതുവഴി എത്ര ആളുകൾ എന്തായി ഡിസ്ചാർജ് ചെയ്ത് പോവേണ്ടി വന്നു, അല്ലെങ്കിൽ എത്ര പേര് മരണപ്പെട്ടു, അതിന്റെ ഒരു പെർസെന്റേജ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. നോക്കിയേ ഫോർമുല: number of medical records having incomplete and or improper concerned. എന്താ? പൂർണ്ണമായിട്ട് വിവരങ്ങൾ കൊടുക്കാതെ അല്ലെ, പൂർണ്ണമായ ഇൻഫർമേഷൻസ് കൊടുക്കാതെ വരുന്ന മെഡിക്കൽ റെക്കോർഡുകൾ, കൊടുക്കാതെ അവരിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്, അവിടെ ഉണ്ടായിരിക്കുന്ന ഡിസ്ചാർജുകളുടെയും മരണങ്ങളുടെയും എണ്ണം ഇൻറ്റു 100. The formula: number of medical records having incomplete or improper concerned. ശരിയായ രീതിയിൽ അല്ലെങ്കിൽ പൂർണ്ണമായ വിവരങ്ങൾ കൊടുക്കാതെ വാങ്ങുന്ന എന്താണ്? കൺസേൺ അല്ലെങ്കിൽ എന്താ? അവരുടെ സമ്മതം. അതെത്ര, അതിന്റെ ആ ഒരു നമ്പർ എത്ര, അങ്ങനെ പൂർണ്ണമായിട്ടും ഇൻഫർമേഷൻസ് കൊടുക്കാതെ അവരിൽ നിന്ന് സമ്മതം വാങ്ങിയിരിക്കുന്ന മെഡിക്കൽ റെക്കോർഡുകളുടെ എണ്ണം എത്രയാണ്? ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസ്ചാർജസ് ആൻഡ് ഡെത്ത്, അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്ചാർജുകള്, മരണങ്ങൾ അല്ലെ? ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ പേര് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം അത് എത്ര റെക്കോർഡുകൾ എത്ര ഉണ്ട് ഇൻറ്റു 100 ചെയ്താല് എന്ത് കിട്ടും? പെർസെന്റേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ഹാവിംഗ് ഇൻകംപ്ലീറ്റ് ഓർ ഇംപ്രോപ്പർ കൺസേൺ കിട്ടും. ക്ലിയർ ആണോ? 25th ഓക്കെ ആണോ? ഓക്കെ. Then 26th നോക്കിയേ, സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ. എന്താണ് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻ? സ്റ്റോക്ക് ഔട്ട് ആവുക എന്ന് കേട്ടിട്ടില്ലേ? ഇല്ലേ? മരുന്നുകൾ സ്റ്റോക്ക് ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? തീർന്നു പോവുക അല്ലെ? അത് ആ ഒരു സ്റ്റോക്ക് ഉണ്ടാവില്ല അതിന്റെ അല്ലെ? അത് തന്നെയാണ് ഇവിടെ ഏത് മെഡിസിൻസ് ആണ്? എമർജൻസി മെഡിക്കേഷൻ ആണ്. എമർജൻസി മരുന്നുകള് സ്റ്റോക്ക് ഔട്ട് ആയി പോകുന്നതിന്റെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത്. നോക്കിയേ, a stock out is an event which happens when
an item listed as an emergency medication by the organization is not available upon the requested requirement date in the organization. അതായത് ആ ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കുറെ എമർജൻസി മെഡിസിൻസ് ഉണ്ടാവും അല്ലെ. എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എമർജൻസി മെഡിസിൻസിന്റെ ഒരു ലിസ്റ്റ് ആ ഒരു സ്ഥാപനം ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടാവും. ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഏതെങ്കിലും മരുന്നുകൾ എന്ത് ചെയ്യുന്നില്ല, ആ ഒരു എമർജൻസി ഏതെങ്കിലും ഒരു പെട്ടെന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏതെങ്കിലും മരുന്നുകൾ ചിലപ്പോൾ എന്താവില്ല, എന്താണ് അവൈലബിൾ ആവാത്തൊരവസ്ഥ, ഇവിടെ ലഭ്യമാവുന്നില്ല, അത് തീർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ, ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആവുക എന്ന് പറയുന്നത്. അതെപ്പോഴും എന്താണ്, അവിടെ സ്റ്റോക്ക് ഉണ്ടാവുന്ന ഐറ്റം ആയിരിക്കും. നമ്മൾ എമർജൻസി മെഡിസിൻസ് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കണം അല്ലെ. അത് ആ ഒരു ലിസ്റ്റ് പ്രകാരം, ആ ഒരു സ്ഥാപനം ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രകാരമുള്ള എമർജൻസി മെഡിസിൻസ് എത്രയുണ്ട്, അതിൽ പെട്ടെന്ന് ചിലപ്പോൾ ഒരു എമർജൻസി വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മരുന്ന് ആവശ്യപ്പെടുമ്പോ അവിടെ അത് ഉണ്ടാവില്ല, സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് അവിടെ തീർന്നു പോയിട്ട് ഒരു അവസ്ഥ ഉണ്ടാവും അല്ലെ. അവർക്ക് അവൈലബിൾ ആവാത്തൊരവസ്ഥ ഉണ്ടാവും. അതിനെയാണ് സ്റ്റോക്ക് ഔട്ട് ഓഫ് എമർജൻസി മെഡിക്കേഷൻ എന്ന് പറയുന്നത്. നോക്കിയത് എന്താണ് ഫോർമുല? നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ്. ഒരു 100 ഡ്രഗ്സ് ആണ് ആ സ്ഥാപനം ഒരു എമർജൻസി മെഡിസിൻസിന്റെ പേരിൽ ഒരു 100 എണ്ണത്തെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് വിചാരിക്കും. ആ ഒരു 100 എണ്ണത്തിൽ ചിലപ്പോ 1ഓ 2ഓ ആയിരിക്കും ആവശ്യത്തിന് നോക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത് കാണുന്നത്. അപ്പൊ നമ്പർ ഓഫ് സ്റ്റോക്ക് ഔട്ട്സ് ഓഫ് എമർജൻസി ഡ്രഗ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലെ. എമർജൻസി ഡ്രഗ്സിൽ എത്ര എണ്ണമാണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്? 2 എണ്ണമാണെങ്കിൽ 2 എണ്ണമാണ് സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി ഇൻറ്റു ഇവിടെ ഇൻറ്റു 100. എന്താ? നമ്പർ ഓഫ് ഡ്രഗ്സ് ലിസ്റ്റഡ് ആസ് എമർജൻസി ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലറി. ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഹോസ്പിറ്റൽ സ്വന്തമായിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും, എമർജൻസി മരുന്നുകളുടെ ഒരു ലിസ്റ്റ്. അതിപ്പോ ഒരു 100 എണ്ണ ഒരു ലിസ്റ്റിൽ, ആ ഒരു ലിസ്റ്റിൽ ചിലപ്പോൾ 100 മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതില് ആ 100 മെഡിസിൻസ് ആണ് എന്തിൽ വരുന്നത്? ഡിനോമിനേറ്ററിൽ വരുന്നത്. എത്ര നമ്പർ ഓഫ് എമർജൻസി മെഡിസിൻസ് ആണ് ആ ഹോസ്പിറ്റൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ നമ്പർ ആണ് ഡിനോമിനേറ്ററിൽ വരിക. അതിൽ എത്ര എണ്ണം എമർജൻസി ആവശ്യങ്ങൾക്കായി നോക്കുമ്പോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്, അതാണ് ന്യൂമറേറ്ററിൽ വരിക. ഇൻറ്റു 100 ചെയ്താല് സ്റ്റോക്ക് ഔട്ട് റേറ്റ് ഓഫ് എമർജൻസി മെഡിക്കേഷൻസ് കിട്ടും. ക്ലിയർ ആണോ? 26 ക്ലിയർ ആണോ? ഓക്കെ. Then 27 നോക്കി. നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസ്. മോക്ക് ഡ്രിൽസിൽ നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യത്യാസങ്ങളുടെ എണ്ണം. മോക്ക് ഡ്രിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മോക്ക് ഡ്രിൽസ് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ലേ മോക്ക് ഡ്രിൽസ്? ആരും കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. എന്തിനെ കുറിച്ചുള്ളതൊക്കെ കണ്ടിരിക്കുന്നേ? ഏതെങ്കിലും ഒരു സ്പെസിഫിക് തീം ഉണ്ടാകുമല്ലോ അല്ലെ? എന്തിനെ കുറിച്ചുള്ള മോക്ക് ഡ്രില്ലാണ് കണ്ടിരിക്കുന്നേ? എന്താണ്? നിങ്ങൾ ആരും കണ്ടിട്ടില്ലേ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴൊന്നും കണ്ടിട്ടില്ല മോക്ക് ഡ്രിൽസ്? കണ്ടിട്ടില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോ പോലീസ് ഫയർ ഫൈറ്റേഴ്സ് കണ്ടിട്ടില്ലേ? ഫയറുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലെ? കൂടുതൽ നമ്മൾ കണ്ടിരിക്കുന്നത് അതായിരിക്കും അല്ലെ. അതുപോലെ എമർജൻസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടതാവാം അല്ലെ, അല്ലെങ്കിലോ നമ്മുടെ മെഡിക്കൽ എമർജൻസിയുമായി ബന്ധപ്പെട്ട് അല്ലെ. CPR ഒക്കെ കൊടുക്കുന്നതിന്റെ മോക്ക് ഡ്രിൽ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫോണിലൊക്കെ എന്താ വീഡിയോസ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ? അതുപോലെയുള്ള മോക്ക് ഡ്രിൽസ് എന്തിനാണ്? ഹോസ്പിറ്റലുകളിലും കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഒരു ഇവന്റ്, പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ വന്നു, അതിനെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യണം അല്ലെ. ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടാവുന്ന ഒരു ദുരന്തത്തെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും അല്ലെ, അതിനു വേണ്ടിയുള്ള ഒരു പരിശീലനം നൽകുന്നതാണ് ശരിക്കും മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഒരു എമർജൻസി മെഡിക്കേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു ഒരാൾക്ക്, അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് കൊടുക്കണം? CPR കൊടുക്കണം അല്ലെ. അതല്ലേ അവിടുത്തെ എമർജൻസി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു CPR കൊടുക്കണമെങ്കിൽ അതിനുള്ള പരിശീലനം നമുക്ക് കിട്ടണ്ടേ? അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പരിശീലനം തരുന്ന, എന്തൊരു പെട്ടെന്നൊരു എമർജൻസി വന്നാല് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദുരന്തം സംഭവിച്ചാല് അതിനെ നേരിടാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ മോക്ക് ഡ്രിൽസ് വഴി നൽകുന്നത്.
ക്ലിയർ അല്ലേ? നോക്കിയേ മോക്ക് ഡ്രിൽസിന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോക്ക് ഡ്രിൽസ് ഇസ് എ സിമുലേഷൻ എക്സസൈസ്. എന്താണ് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ? അനുകരണം അല്ലെ? ഒരു സംഭവത്തെ അതേപോലെ തന്നെ അനുകരിച്ച് കാണിക്കുകയാണ് ചെയ്യുക അല്ലെ? ഒരു ഫയർ മോക്ക് ഡ്രില്ല് നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലെ? തീ പിടിക്കുന്നത് കൂടുതലും നമുക്ക് എക്സാമ്പിൾ ഒക്കെ ആയിട്ട് ഇപ്പൊ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ഗ്യാസ് സിലിണ്ടേഴ്സിന്റെ കാര്യമൊക്കെ ആയിരിക്കും കാണിക്കുക അല്ലെ? അപ്പൊ അവിടെ നിന്ന് ഒരു ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട എക്സ്പ്ലോഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? അവര് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരാണ് ചെയ്യുക അല്ലെ? അനുകരിച്ച് കാണിച്ചു തരല്ലേ ചെയ്യുന്ന സെയിം സിറ്റുവേഷൻ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? റീക്രിയേറ്റ് ചെയ്ത് അവിടെ കാണിച്ചു തരാണ് ചെയ്യുക അല്ലെ? നോക്കിയേ, ഓഫ് പ്രിപ്പയർനെസ് ഇൻ ദ സിമുലേഷൻ എക്സസൈസ് ഓഫ് പ്രിപ്പയർനെസ് ഫോർ എനി ടൈപ്പ് ഓഫ് ഇവന്റ്. ഏതൊരു സംഭവത്തെ കുറിച്ചുമുള്ള അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ എന്താ ഒരു പരിശീലനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു അനുകരണമാണ് മോക്ക് ഡ്രിൽ എന്ന് പറയുന്നത്. ഇറ്റ് കുഡ് ബി an event or disaster. അതൊരു സംഭവമാവാം അല്ലെങ്കിൽ ഒരു ദുരന്തമാവാം അല്ലെ? ആൻഡ് ദിസ് ഇസ് ബേസിക്കലി എ ഡ്രൈ റൺ ഓർ പ്രിപ്പയർനെസ് ഡ്രിൽ. എന്താണ്? ഇതൊരു റിഹേഴ്സൽ ആണ് അല്ലെ? ഒരു റിയൽ വൺ ഉണ്ടാവുന്നതിന് മുൻപുള്ള ഒരു റിഹേഴ്സൽ ആണ്. നമ്മളെ കാണിച്ചു തരാണ്. ഒരെണ്ണം വരുമ്പോ നമ്മൾ കോവിഡ് വന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ മോക്ക് ഡ്രിൽസ്? കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടില്ലേ? ഓരോ കോവിഡ് വരുന്ന സമയത്ത് അവിടുത്തെ ജീവനക്കാര് എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടാണെങ്കിൽ ഹോസ്പിറ്റലിലെ ജീവനക്കാര് ഒരു കോവിഡ് വന്ന പേഷ്യന്റിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ ഓരോ പ്രിക്കോഷൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഇപ്പൊ വന്നപ്പോ കോവിഡ് വന്നപ്പോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് മോക്ക് ഡ്രിൽസ് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? അവൈലബിൾ ആക്കി നൽകാറുണ്ട്. അപ്പൊ അങ്ങനെ പല മോക്ക് ഡ്രിൽസും അതൊരു ബേസിക്കലി നമുക്ക് എന്താണ്? ഒരു ഡ്രൈ റൺ അല്ലെങ്കിൽ ഒരു റിഹേഴ്സൽ ആണ്. ഒരു റിയൽ വൺ വരുന്നതിന് മുൻപുള്ള ഒരു റിഹേഴ്സൽ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നൽകുന്ന എന്താ പരിശീലനങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഫയർ മോക്ക് ഡ്രിൽസ് അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? അതുപോലെ ഡിസാസ്റ്റർ ഡ്രിൽ അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ഡ്രിൽസ് നടത്താറുണ്ട്. ആൻഡ് കോഡ് ബ്ലൂ ഡ്രിൽ എന്ന് പറഞ്ഞാൽ എന്താ? കോഡ് ബ്ലൂ ഡ്രിൽ, കോഡ് ബ്ലൂ എന്താണ്? മെഡിക്കൽ എമർജൻസി അല്ലെ? മെഡിക്കൽ എമർജൻസി എന്താ പറയാ? അതിലേതൊക്കെ വരും? എന്താണ്? കാർഡിയാക് അറസ്റ്റ് അല്ലെ? അതുപോലെ റെസ്പിറേറ്ററി അല്ലെ? അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ബ്രീതിങ്ങുമായി ബന്ധപ്പെട്ടുള്ളത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്ന മെഡിക്കൽ എമർജൻസികൾക്ക് വേണ്ടിയുള്ള ഡ്രില്ല്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാല് അതിനെ നമ്മൾ എങ്ങനെ നേരിടാൻ പറ്റും അല്ലെ? നേരിടാനുള്ള പരിശീലനമാണ് അല്ലെ? അപ്പൊ അതിനുവേണ്ടി നമ്മൾ CPR പോലെയുള്ള കാര്യങ്ങൾക്ക് പരിശീലനങ്ങൾ നൽകുന്നുണ്ട്. ആൻഡ് ഗ്ലോബൽ പാൻഡമിക് പ്രിപ്പയർനെസ് ഡ്രില്ല് എന്താ? ആഗോളതലത്തിലുള്ള പകർച്ചവ്യാധികൾ അല്ലെ? നമ്മുടെ കോവിഡ്, നിപ്പ മുതലായ കാര്യങ്ങളൊക്കെ എന്താ? പകർച്ചവ്യാധികളാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പകർച്ചവ്യാധികൾ വരുമ്പോഴോ അതിനെ എങ്ങനെ നേരിടാം എന്ന രീതിയിൽ ഹോസ്പിറ്റലുകളിലും അവിടുത്തെ ജീവനക്കാർക്കും ഇതുപോലെയുള്ള മോക്ക് ഡ്രിൽസ് വഴി പരിശീലനങ്ങൾ നൽകാറുണ്ട്. അപ്പൊ അങ്ങനെ പരിശീലനം നൽകുമ്പോൾ ഇപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ CPR ആണ് കൊടുക്കാനായിട്ടാണ് അവർക്ക് പരിശീലനം നൽകേണ്ടത് അല്ലെ? പരിശീലനം കിട്ടാത്ത ഒരാൾക്ക് CPR കൊടുക്കാൻ അറിയില്ലല്ലോ. അപ്പൊ കൃത്യമായ പ്രൊസീജിയറിലൂടെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ മോക്ക് ഡ്രിൽസ് കൊടുക്കുമ്പോൾ ചില മോക്ക് ഡ്രിൽസ് കൊടുക്കുന്ന സമയത്ത് എന്താ? ചിലർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം അല്ലെ? അതില് ഇപ്പൊ ആദ്യം എന്തെങ്കിലും ഒരു സെക്കൻഡ് കൊടുക്കേണ്ടത് മൂന്നാമതായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ? പ്രൊസീജിയറിൽ ചില ചെറിയ അങ്ങോട്ട് വ്യത്യാസങ്ങൾ വരാം. അങ്ങനെ വ്യത്യാസങ്ങൾ വന്നാല് അത് പഠിക്കുന്ന ആ ട്രെയിനർ എന്താണോ കാണിക്കുന്നത് അത് തന്നെയല്ലേ മറ്റുള്ളവർ പഠിക്കുകയും ചെയ്യാം അല്ലെ? അവൻ ട്രെയിനർ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അത് തന്നെയാണ് മറ്റുള്ള പഠിക്കാനിരിക്കുന്നവരും പരിശീലിക്കുക. അപ്പൊ ഈ കൊടുക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാൽ എന്താ പ്രശ്നം? ആ ചെയ്യുന്ന പ്രൊസീജിയർ തെറ്റിപ്പോവില്ലേ? ഇല്ലേ? ആ കൊടുക്കുന്ന മോക്ക് ഡ്രിൽസില് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നാല് അത് ആ ചെയ്യുന്ന പ്രൊസീജിയറിനെ ബാധിക്കില്ലേ? ഇല്ലേ? ഒരു CPR കൃത്യമായ പ്രൊസീജിയറിലൂടെ അല്ല, ചെറിയ വ്യത്യാസങ്ങളിലാണ് അവർ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചു തന്നിരിക്കുന്നത്, പരിശീലനം തന്നിരിക്കുന്നത്. അതുപോലെ തന്നെയായിരിക്കും അത് പരിശീലനം നേടിയവര് പേഷ്യൻസിനും ചെയ്തു കൊടുക്കുന്നത് അല്ലെ? അപ്പൊ ആ പേഷ്യൻസിന് അങ്ങനെ ചെയ്ത് വ്യത്യാസം വന്നാൽ എന്താ പ്രശ്നം? ആ ഒരു പേഷ്യന്റിന് ആ ഒരു എമർജൻസി സിറ്റുവേഷനിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ വ്യത്യാസങ്ങൾ വന്നാൽ അത് ആ പേഷ്യന്റിനെ ദോഷകരമായിട്ട് ബാധിക്കാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ എത്ര എണ്ണം ഉണ്ട്? അതിലേക്ക് കൊടുക്കുന്ന മോക്ക് ഡ്രിൽസില് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്ന എത്ര എണ്ണം ഉണ്ട്? മൊത്തം ഇപ്പൊ ഒരു 10 മോക്ക് ഡ്രിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ 1-2 എണ്ണത്തിലും ചെറിയ വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ എത്ര എണ്ണം? 10 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര എണ്ണം ഇതുപോലെയുള്ള വേരിയേഷൻസ് ഉണ്ടായിട്ടുണ്ട്? അതാണ് ഇവിടെ നമ്മൾ നമ്പർ നോക്കുന്നത്. നോക്കിയേ, അതിന് നിങ്ങൾക്ക് ഫോർമുല നിങ്ങളുടെ ഒരു ഹാഫ് ഭാഗമായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ?
ആണോ? ന്യൂമറേറ്റർ ഇല്ലേ നോട്ടില്? ഉണ്ട്. ഇപ്പൊ ന്യൂമറേറ്റർ എന്താ കിടക്കുന്ന ഫോർമുലയില്? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ. അങ്ങനെയല്ലേ കിടക്കുന്ന ന്യൂമറേറ്റർ അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ. ഒരു മോക്ക് ഡ്രില്ല് നടത്തുമ്പോ അല്ലെങ്കിൽ എത്ര മോക്ക് ഡ്രില്ലുകളിലാണ് ഇങ്ങനെയുള്ള വേരിയേഷൻസ് നമ്മൾ നിരീക്ഷിച്ചപ്പോ വേരിയേഷൻസ് കാണാൻ സാധിച്ചത്, അതിന്റെ നമ്പർ. ഇപ്പൊ 10 എണ്ണമാണ് ടോട്ടൽ മോക്ക് ഡ്രിൽസ് നമ്മൾ കണ്ടതെങ്കിൽ അതിൽ ചിലപ്പോൾ 2 എണ്ണത്തിനായിരിക്കും എന്ത് വേരിയേഷൻസ് വന്നിരിക്കാം. ഇനി ഡിനോമിനേറ്റർ എഴുതാട്ടെ നിങ്ങള്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് മെയ്ഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ് ഇൻറ്റു 100. ഇൻറ്റു 100 ചെയ്യാം. കിട്ടിയോ ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് ന്യൂമറേറ്റർ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ എ മോക്ക് ഡ്രിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ് ഇൻറ്റു 100. കിട്ടിയോ? ഫോർമുല കിട്ടിയോ? അവിടെ മുകളിൽ ന്യൂമറേറ്റർ ആയിട്ട് വരുന്ന എന്താ? ടോട്ടൽ നമ്പർ ഓഫ് വേരിയേഷൻസ് അല്ലെ? എത്ര വേരിയേഷൻസ് ആണ് എന്താ മോക്ക് ഡ്രില്ലിൽ, എത്ര മോക്ക് ഡ്രില്ലുകളിലാണ് വേരിയേഷൻസ് വന്നിരിക്കുന്നത് അതിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ മെയ്ഡ്. എത്ര മോക്ക് ഡ്രില്ലാണ് നമ്മൾ കണ്ടത് അല്ലെ, നിരീക്ഷിച്ചത്, അതിൽ എത്ര എണ്ണത്തിൽ വേരിയേഷൻസ് വന്നു ഇൻറ്റു 100 ചെയ്താല് എന്ത് കിട്ടും? അവിടെ നമ്പർ ഓഫ് വേരിയേഷൻസ് ഒബ്സർവ്ഡ് ഇൻ മോക്ക് ഡ്രിൽസിന്റെ റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? 27 ക്ലിയർ ആണോ? ഓക്കെ. 28 നോക്കിയോ? ആ ഒരു പേജിൽ നിങ്ങൾ നോട്ട് ചെയ്തില്ലല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. 24 നോട്ട് ചെയ്യാം കേട്ടോ. ടൈം ടേക്കൺ ഫോർ ഡിസ്ചാർജ് 24. അത് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു പേജില്. 24 നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പേജ് നോക്കിയേ. 28 patient fall rate, falls per 1000 patient days. എന്താ patient fall എന്ന് പറഞ്ഞ? നമ്മൾ സേഫ്റ്റി സെക്യൂരിറ്റി പഠിച്ചപ്പോ പഠിച്ചില്ലേ? ഫോൾസ് ആൻഡ് ട്രിപ്സ് ആൻഡ് ഫോൾസ് പഠിച്ചില്ലേ? ഫോൾസ്, അപ്പൊ അവിടെ ഫോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? വീഴ്ച അല്ലെ? ആ ഒരു പേഷ്യൻസിന്റെ വീഴ്ച, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. നോക്കിയേ, എ fall is defined as loss of upright position that result in landing on the floor, ground, or an object or furniture, or a sudden uncontrolled unintentional and not purposeful downward displacement of the body to the floor or ground or hitting another object like a chair or stair. എന്താ? പേഷ്യൻസ് അല്ലെ, വീഴ്ചയാണ് പേഷ്യന്റിന് അല്ലെ. ദിസ് ഡിഫൈൻഡ് ആസ് എ ലോസ് ഓഫ് അപ്രൈറ്റ് പൊസിഷൻ അല്ലെ, അവർക്ക് നേരെ നിൽക്കാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. റിസൾട്ടിങ് ലാൻഡിങ് ഓൺ ദ ഫ്ലോർ അല്ലെ, അവർ വീഴുന്നുണ്ടെങ്കിൽ അവരെങ്ങനെയാ? ഒന്നിലേക്ക് താഴെ ഫ്ലോറിൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? താഴേക്ക് വീണു പോകുന്നു. അത് എന്തുകൊണ്ടാവാം? ആ ഫ്ലോറിൽ കിടക്കുന്ന എന്തെങ്കിലും ഒബ്ജക്റ്റുകള് അല്ലെങ്കിൽ ഫർണിച്ചറുകളിൽ തട്ടിയാവാം അല്ലെ. അത് പെട്ടെന്നാണ് അല്ലെ, വളരെ പെട്ടെന്ന്, നമ്മൾ ആർക്കും എന്താ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, അപ്രതീക്ഷിതമായിട്ട് അല്ലെ, അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ നോൺ പർപ്പസ്ഫുൾ, പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയൊന്നും ആരും തള്ളിയിടുന്നതല്ല അല്ലെ. അത് അറിയാതെ സഡൻ ആയിട്ട് വന്ന് പോകുന്ന ഒരു എന്താ ഒരു പ്രവൃത്തിയാണ്. ആൻഡ് ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ടു ദ ഫ്ലോർ ഓർ ഗ്രൗണ്ട് ഓർ ഹിറ്റിംഗ് അനദർ ഒബ്ജക്ട് ലൈക്ക് എ ചെയർ ഓർ സ്റ്റെയർ. അതുപോലെ ഫ്ലോറിൽ എന്തെങ്കിലും സാധനങ്ങൾ കിടന്നാൽ അതിൽ തട്ടി വീഴാം അല്ലെ, അല്ലെങ്കിൽ ചെയർ ഉണ്ടെങ്കിൽ ചെയറിൽ തട്ടി വീഴാം, അല്ലെങ്കിൽ എന്താ സ്റ്റെയർ ഉണ്ടെങ്കിൽ സ്റ്റെയറിൽ തട്ടി വീഴുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചറുകളിൽ തട്ടി വീഴുന്നതാവാം. അങ്ങനെ എന്ത് രീതിയിലാണെങ്കിലും മനഃപൂർവ്വമല്ലാതെ ഈ പ്രത്യേക ഉദ്ദേശമല്ലാത്ത രീതിയിൽ പെട്ടെന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു? താഴെ വീഴുന്ന, പേഷ്യൻസ് താഴെ വീഴുന്ന ഒരു അവസ്ഥയാണ് പേഷ്യന്റ് ഫോൾ എന്ന് പറയുന്നത്. And it is an event that ends in a person coming to rest unknowingly on the ground floor or other lower level അല്ലെ. അതുപോലെ തന്നെ ഈ ഒരു സംഭവം എന്ന് പറയുന്ന ഈ ഒരു ഇവന്റ് എന്ന് പറയുന്നത് a person coming to rest unknowingly, അവർ അറിയാതെ എന്ത് ചെയ്യുന്നു? അവർ താഴെ വീണു പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ, താഴെ റെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. നമുക്കറിയാം വീണ നമ്മൾ താഴെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ, ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ ലോവർ ലെവൽ എവിടെയാണോ താഴേക്ക് അല്ലെ വീഴുന്നറിയാതെ വീഴുന്ന ഒരു അവസ്ഥയാണ്, പെട്ടെന്ന് അറിയാതെ വീഴുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു സംഭവം ഫോളിൻ പേഷ്യന്റ് ഫോൾ എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല, അപ്പൊ എത്ര പേഷ്യൻസ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്ന എത്ര പേഷ്യൻസിന് ഇതുപോലെ വീഴ്ച വന്നിട്ടുണ്ട്
അതിന്റെ നമ്പർ അല്ലെങ്കിൽ അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. നോക്കിയേ ഫോർമുല, നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ് പെർ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ് ഇൻടു 1000. എന്താ അവിടെ വന്നിരിക്കുന്ന എല്ലാ പേഷ്യൻസും ഇങ്ങനെ വീഴണമെന്നില്ലല്ലോ അല്ലെ. അവിടെ പേഷ്യന്റ് ഫോൾ സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വീണിരിക്കുന്ന അല്ലെങ്കിൽ വീഴ്ച വന്നിരിക്കുന്ന പേഷ്യൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേയ്സ്. അവിടെ വന്നിരിക്കുന്ന ആകെ പേഷ്യൻസ് ഉണ്ടല്ലോ, അതിലെത്ര പേര് ഇതുപോലെ വീഴ്ച വന്നു അല്ലെങ്കിൽ വീഴേണ്ടി വന്നു ഇൻടു 1000 ആണ് അത് കാണാനുള്ള ഫോർമുല. നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾസ്, എത്ര പേഷ്യൻസ് ആണ് അവിടെ ഇതുപോലെ വീണിരിക്കുന്നത് അവരുടെ എണ്ണം ഡിവൈഡഡ് ബൈ അവിടെ വന്നിരിക്കുന്ന ടോട്ടൽ പേഷ്യൻസിന്റെ എണ്ണം ഇൻടു 1000. കിട്ടിയോ 28? ക്ലിയർ ആണോ? Okay. Then 29 നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. എന്താണ് നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറയാറില്ലേ ജസ്റ്റ് മിസ്സായി എന്ന് പറയും അല്ലെ. നമ്മൾ പറയാറില്ലേ ജസ്റ്റ് മിസ്സായെന്ന്. എന്തെങ്കിലും ഒരു സാധനം, ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ലൈറ്റ് മുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന ഒരു ലൈറ്റ് ആണെന്ന് വിചാരിക്കാം. ആ ഒരു ലൈറ്റിന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ എന്ത് ചെയ്തിനാണ് നമ്മുടെ തലയിൽ വീണേ അല്ലെ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് അത് താഴെ വീഴുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറി നിന്നു. അങ്ങോട്ടൊന്ന് മാറി നിന്നപ്പോ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു? ആ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അല്ലെ. അപ്പൊ നമ്മൾ എന്താ പറയാ? ഓ ജസ്റ്റ് മിസ്സായി എന്ന് പറയും അല്ലെ. ആ ഒരു അപകടത്തിൽ നിന്ന് ജസ്റ്റ് മിസ്സായി എന്ന് പറയാറില്ലേ? നിങ്ങൾ പറയാറുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? അത് തന്നെയാണ് ഇവിടെ നിയർ മിസ്സസ് എന്ന് പറയുന്നത് കേട്ടാ. അത് തന്നെയാണ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിലും ഇതുപോലെയുള്ള പല സംഭവങ്ങളിൽ നിന്നും പല പേഷ്യൻസും രക്ഷപ്പെടാറുണ്ട് ഇല്ലേ. അപ്പൊ എത്ര പേര് അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ എടുക്കുന്നത്. നോക്കിയേ, percentage of near misses. Okay, a near miss is an unplanned event that did not end in injury, illness or damage but had the power to do so. എന്താ ഇപ്പൊ നിയർ മിസ് എന്ന് പറയുന്നത് ഒരു അൺപ്ലാൻഡ് ഇവന്റ് ആണ് അല്ലെ. അത് ആസൂത്രണം ചെയ്തൊന്നും വരുന്ന ഒരു സംഭവം അല്ല. ഒരു ലൈറ്റ് പൊട്ടി വീഴുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം, ഇപ്പൊ ഒരു എന്താ ഒരു വീൽചെയർ നമ്മുടെ അടുത്ത് വന്നിടിക്കുക എന്ന് പറയുന്നത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമായിട്ടുള്ള കാര്യമല്ല ഇവിടെ എടുക്കുന്നത് കേട്ടോ. അത് അറിയാതെ ആസൂത്രണം ചെയ്യാതെ വരുന്ന അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് എത്ര പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ അതുവഴി എന്തുണ്ടാവും? ആ പേഷ്യൻസിന് ചിലപ്പോ ആ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടാല് അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറീസ്, പരിക്കുകൾ ഉണ്ടാവാം അല്ലെ. എന്തെങ്കിലും ഇൽനെസ് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജുകൾ വരാം ഇല്ലേ. അപ്പൊ ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. ആ ഒരു ഇവന്റിൽ നിന്നും അവര് എന്ത് ചെയ്യുന്നു? രക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഇഞ്ചുറിയോ ഇൽനെസ്സോ ഡാമേജോ ഉണ്ടായിട്ടില്ല. പക്ഷെ അവരതിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ അതിനുള്ള ആ ഒരു ശക്തി, ഈ ഒരു ഇഞ്ചുറി ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇൽനെസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഒരു ഡാമേജ് ഉണ്ടാവാനായിട്ടുള്ള ഒരു ശക്തി ആ ഒരു സംഭവത്തിന് ഉണ്ടായിരുന്നു അല്ലെ. അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഡാമേജ്, ഇഞ്ചുറി അല്ലെങ്കിൽ ഇൽനെസ് ഉണ്ടായേനെ അല്ലെ. അതിനുള്ളൊരു ശക്തി ആ ഒരു സംഭവം ആ ഒരു ഇവന്റിനുണ്ട്. പക്ഷെ അതിൽ നിന്ന് അവർ എന്ത് ചെയ്തു? ജസ്റ്റ് മിസ്സായി അല്ലെ. അവർ ജസ്റ്റ് എന്ത് ചെയ്തു? അതിൽ നിന്ന് വളരെ തലനാരിക്ക് രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ജസ്റ്റ് അത് അവരിൽ നിന്ന് അത് രക്ഷപ്പെട്ടിരിക്കുകയാണ് അല്ലെ. ആ ഒരു അവസ്ഥയിലുള്ള കേസുകളെയാണ് നമ്മൾ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. Then errors that did not result in patient harm അല്ലെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് തന്നെ അവർ മിസ്സായത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് വെച്ചിട്ടില്ല? പേഷ്യൻസിന് യാതൊരുവിധ ദോഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെ. അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ബട്ട് കുഡ് ഹാവ്, അവരതിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ അവർക്കത് ഉണ്ടായേനെ. ആൻഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നിയർ മിസ്സസ്. ഇങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ നിയർ മിസ്സസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണ് ഒരു നിയർ മിസ് എന്ന് പറയുന്നത്? ക്ലിയർ ആയോ? എന്താണ് ആ ഒരു സംഭവം? ഒരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റിൽ നിന്ന് അവർ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് എന്താ അവര് രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ജസ്റ്റ് മിസ്സായിരുന്ന ഒരു അവസ്ഥയാണ്. അതിൽ ഉൾപ്പെട്ടെങ്കിൽ അവർക്ക് എന്തായാലും പരിക്കുകളോ കാര്യങ്ങളൊക്കെ പറ്റിയേനെ. പക്ഷെ അവർ ജസ്റ്റ് അതിൽ നിന്ന് എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ എത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പെർസെന്റേജ് ആണ് നോക്കുന്നത്. നോക്കിയേ ഫോർമുല, നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്. ഇതുപോലെ നിയർ മിസ്സസ് ആയിട്ടുള്ള കേസുകള് എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്. അവിടെ ഉണ്ടായ ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങളുടെ ആകെ എണ്ണം, അതിൽ എത്ര എണ്ണം
അതിൽ എത്ര കേസുകൾ ഇതുപോലെ നിയർ മിസ് ആയിട്ടുണ്ട് ഇൻറ്റു 100. അവിടെയും ഒരു ഇൻറ്റു ഉണ്ട് കേട്ടോ. ഇൻറ്റു 100 ആണ് ചെയ്താലാണ് നമുക്ക് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസിന്റെ വാല്യൂ കിട്ടും. നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്, ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്ത നിയർ മിസ്സസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്, ആ ഹോസ്പിറ്റലിൽ ഉണ്ടായ ഇൻസിഡൻസ് അല്ലെങ്കിൽ സംഭവങ്ങളുടെ ആകെ എണ്ണം ഇൻറ്റു 100. കിട്ടിയോ 29th? ഓക്കെ അല്ലേ? ഓക്കെ. 13 നോക്കിയേ, ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്. എന്താണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ്? വരാറുണ്ടോ? നീഡിലുമായി ബന്ധപ്പെട്ട ഇഞ്ചുറീസ് വരാറുണ്ട് അല്ലെ? അതിന്റെ അങ്ങനെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടാവുന്നതിന്റെ അങ്ങനെയുള്ള സംഭവങ്ങളുടെ റേറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് എ perforating stab wound from a needle or other sharp object that result in exposure to blood or other body fluids. എന്താ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്? അതായത് ആ നീഡില് അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഒബ്ജക്റ്റ് വഴി ഒരു മുറിവ് ഉണ്ടാവുന്നു. എങ്ങനത്തെ മുറിവാണ്? പെർഫറേറ്റിംഗ് സ്റ്റാബ് എന്ന് പറഞ്ഞാൽ സുഷിരം അല്ലെ? നീഡില് കുത്തുമ്പോ അങ്ങനെ ഒരു ഹോൾ അല്ലേ അവിടെ ഉണ്ടാവുന്നേ അല്ലെ? ഒരു പരന്ന മുറിവല്ലല്ലോ ഉണ്ടാവുന്നത്. പെർഫറേറ്റിംഗ് സ്റ്റാബ് എന്ന് പറയുന്നത് ഒരു സുഷിരമാണ് അല്ലെ? ആ ഒരു സുഷിരമുള്ള അങ്ങനത്തെ ഒരു ഹോള് പോലത്തെ ഒരു മുറിവല്ലേ നീഡിൽസ് അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് കൊള്ളുമ്പോൾ ഉണ്ടാവുന്നത്? അങ്ങനെ ഒരു മുറിവുണ്ടാവുന്നതിനെയാണ് നമ്മുടെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു മുറിവ് വന്നാൽ എന്ത് പറ്റും? ആ മുറിവിൽ നിന്ന് എന്ത് വരും? ആ മുറിവിൽ നിന്ന് എന്താ വരാ? എന്ത് വരും? നിങ്ങൾക്കൊക്കെ കയ്യിലേക്ക് ബ്ലഡ് വരും അല്ലെ? അപ്പൊ ആ ഒരു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മുറിവ് വന്നാല് അത് എന്തുമായിട്ട് എക്സ്പോഷർ ആവുന്നുണ്ട്? ഇവിടെ ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വരുന്നുണ്ട് അല്ലെ? നോക്കിയേ, needle stick injuries are wounds caused by needles that accidentally puncture the skin. അത് നമ്മൾ മനഃപൂർവ്വം ഈ ഒരു ഇഞ്ചുറി ഉണ്ടാവുന്നതല്ല. നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത് നീഡിൽസ് ഉപയോഗിച്ച് നമ്മുടെ ബോഡിയിൽ നിന്നുണ്ടാവുന്നതാണ്, മുറിവുണ്ടാവുന്നത് തന്നെയാണ്. അതെങ്ങനെയാണ്? caused by needles that accidentally puncture the skin ആണ്. അത് ആക്സിഡന്റലി അല്ലെങ്കിൽ എന്താ മനഃപൂർവ്വമല്ലാതെ അബദ്ധത്തിൽ എന്ത് ചെയ്യുന്നു? അത് ആ ഒരു സ്കിന്നിലേക്ക് കലരുന്നത് മൂലം ഉണ്ടാവുന്ന ഒരു മുറിവിനെയാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ എത്ര പേഷ്യൻസിന് ഇങ്ങനെ നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് parenteral exposures divided by number of inpatients days into 1000. എന്താണ് parenteral exposure എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു parenteral exposure? Any injury caused by any sharp object. ഏതെങ്കിലും ഒരു ഷാർപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് വഴി ഉണ്ടാകുന്ന ഒരു ഇഞ്ചുറിയെ വിളിക്കുന്ന പേരാണ് പാരന്ററൽ എക്സ്പോഷർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഏത് ഷാർപ്പ് ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഇഞ്ചുറി ഉണ്ടായിരിക്കുന്നത്? ഏത് ഷാർപ്പ് ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട? നീഡിൽസ് അല്ലെ? നീഡിൽസ്. അപ്പൊ നീഡിൽസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഷാർപ്പ് ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എത്ര ഇൻസിഡൻസ് അല്ലെങ്കിൽ എത്ര മുറിവുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ആകെ എണ്ണം, എത്ര പേഷ്യൻസിനാണ് അവിടെ ഇങ്ങനെയുള്ള നീഡിൽ സ്റ്റിക്കുകൾ അല്ലെങ്കിൽ ഷാർപ്പ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുണ്ടായ ഇഞ്ചുറികൾ എത്ര പേഷ്യൻസിനാണ് ഉണ്ടായിരിക്കുന്നത് അവരുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യൻ ഡേയ്സ്. അവിടെയുള്ള ഇൻപേഷ്യൻസിന്റെ ആകെ എണ്ണത്തിൽ എത്ര പേർക്ക് ഈ പറയുന്ന നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസ് ഉണ്ടായിട്ടുണ്ട് ഇൻറ്റു 1000 ചെയ്താൽ നമുക്ക് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറീസിന്റെ റേറ്റ് കിട്ടും. ക്ലിയർ ആണോ? 13th മനസ്സിലായോ? 30ാമത്തെ മനസ്സിലായോ? ഓക്കെ. 31 നോക്കിയേ, appropriate handovers or during shift change to be done separately for doctors and nurses per patient per shift. എന്താ നമുക്കറിയാം, ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും അവരുടെ ഷിഫ്റ്റ് ഡ്യൂട്ടി ആണ് അല്ലെ? അപ്പൊ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? എന്താ ചെയ്യാ? അടുത്ത ഡ്യൂട്ടിയിലേക്ക് കയറുന്ന അല്ലെ, അടുത്ത ഷിഫ്റ്റിന് കയറുന്ന മറ്റേത് സ്റ്റാഫ്, ഡോക്ടേഴ്സ് ആണെങ്കിൽ അടുത്തൊരു ഡോക്ടർ അവർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയിലേക്ക് കയറും അല്ലെ? ഇപ്പൊ നേഴ്സ് ആണെങ്കിൽ അവരുടെ മറ്റൊരു നേഴ്സ് ആ ഒരു ഡ്യൂട്ടിയിലേക്ക് കയറും അല്ലെ? അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യാറുണ്ട്? കൃത്യമായിട്ട് ഈ പേഷ്യൻസിന്റെ മെഡിക്കൽ റിപ്പോർട്ട് മുതലായ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡ് ഓവർ ചെയ്യും അല്ലെ?
അടുത്ത വരുന്ന ആളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു ഹാൻഡ് ഓവർ ചെയ്യുന്നത് വളരെ ഉചിതമായിട്ട് അല്ലെങ്കിൽ വളരെ അനുയോജ്യമായിട്ട് ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുന്ന എന്താണ് കേസസിന്റെ എണ്ണം അല്ലെങ്കിൽ പെർസെന്റേജ് ആണ് നമ്മളിവിടെ കാണുന്നത്. നോക്കി ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി, ഉചിതമായിട്ട് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്ത കേസുകളുടെ ആകെ എണ്ണം. അപ്പൊ എല്ലാവരും ചിലപ്പോ ഇങ്ങനെ ഹാൻഡ് ഓവർ ഒന്നും ചെയ്യാത്ത പോകുന്നവരും ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ ഹാൻഡ് ഓവർ ശരിയായ രീതിയിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്, നമ്മുടെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം. അതിൽ എത്ര എണ്ണം നല്ല ഉചിതമായി അല്ലെങ്കിൽ വളരെ അനുയോജ്യമായിട്ട് അവർ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് ഇൻറ്റു 100 ആണ് അത് കാണാനുള്ള ഫോർമുല. അപ്പൊ എന്താണ് ഫോർമുല? ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി, ഉചിതമായി ഹാൻഡ് ഓവർ ചെയ്ത അല്ലെങ്കിൽ അനുയോജ്യമായി ഹാൻഡ് ഓവർ ചെയ്ത കേസുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റി, ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുടെ ആകെ എണ്ണം. ഇതിൽ അവസരങ്ങൾ ഒരുപാടുണ്ടാവും, അതിൽ കൃത്യമായിട്ട് ചെയ്തതിന്റെ എത്ര എണ്ണമാണെന്നാണ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കുന്നത്. into 100 ചെയ്താല് appropriate handover during shift change to be done separately for doctors and nurses ന്റെ ratio കിട്ടും. ക്ലിയർ ആണോ? 31. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് 32. Complaints rate to medication prescription in capitals. ക്യാപിറ്റൽ ലെറ്റേഴ്സില് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് പാലിക്കുന്നതിന്റെ റേറ്റ് മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ ചെയ്ത് തരില്ലേ, പ്രിസ്ക്രൈബ് ചെയ്ത് തരില്ലേ? അപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് അത് എഴുതേണ്ടത്. ഡോക്ടേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്ത് തരേണ്ടത്. അപ്പൊ അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതിൽ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എത്ര എണ്ണം അതുപോലെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്, അതിന്റെ റേറ്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ഇപ്പൊ കുറെ ചാർട്ടുകൾ ഉണ്ടാവും അല്ലെ, കുറെ ഡോക്ടേഴ്സ് പല ഡോക്ടേഴ്സ് പല രീതിയിൽ മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് എഴുതാറുണ്ട്. അപ്പൊ അതിൽ എത്ര പേര് ശരിയായ രീതിയിലുള്ള കാര്യം പാലിക്കുന്നുണ്ട്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നതിന്റെ റേറ്റ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിയേ ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻസിന്റെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ. അവിടെ ഒരുപാട് പ്രിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുണ്ടാവും അല്ലെ ഡോക്ടേഴ്സ്, പല ഡോക്ടേഴ്സ് ഒരുപാട് പ്രിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആവണമെന്നില്ല അല്ലെ. അത് ആ മൊത്തത്തിലുള്ള പ്രിസ്ക്രിപ്ഷനില് എത്ര എണ്ണം ഇതുപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട് ഇൻറ്റു 100 ചെയ്താല് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം നമ്മൾ എന്ത് കൃത്യമായിട്ട് മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻസ് ഡോക്ടേഴ്സ് എഴുതാനായിട്ട്. അതെല്ലാവരും ചിലപ്പോൾ പാലിക്കണം എന്നില്ല. അപ്പൊ അത് കുറച്ച് പേരായിരിക്കും ചിലപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നത്. അപ്പൊ എത്ര പേര് ടോട്ടൽ പ്രിസ്ക്രിപ്ഷൻസിൽ എത്ര പേര് ഇതുപോലെ കൃത്യമായിട്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രിസ്ക്രിപ്ഷൻസ് എഴുതിയിട്ടുണ്ട് ഇൻറ്റു 100 ചെയ്താല് കംപ്ലൈൻസ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ക്യാപിറ്റൽസ് കിട്ടും. ക്ലിയർ ആണോ? 32. ഓക്കെ, ഇനി അവിടുത്തെ ആ ഒരു പേജിലെ ഇമ്പോർട്ടൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. 28 നോക്കാം കേട്ടോ. 28 അതുപോലെ 31, 32. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഏതൊക്കെയാ ഇമ്പോർട്ടൻസ് എന്ന് മിസ് പറഞ്ഞത് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. 1 പറഞ്ഞിരുന്നു, 1. Then നെക്സ്റ്റ് പറഞ്ഞ ഏതാ? 4 പറഞ്ഞു അല്ലെ. 1, 4. Then 7, 9, 10. 7, 9, 10. Then 14th, 16th. 14, 16. Then ഏതാ പറഞ്ഞേ? 17, 19, 21, 23, 24. ഏതാണ് പറഞ്ഞത്? 28, 31, 32. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ക്ലിയർ അല്ലേ അത്? ഓക്കെ, നെക്സ്റ്റ് നമ്മള് 17
17th കഴിഞ്ഞുള്ളതോ? 17th കഴിഞ്ഞുള്ളതാണോ? ബാക്കിയോ? എന്താണോ ഒന്നുകൂടി പറയണോ? ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കാട്ടെ കിട്ടാത്തവര്. ഫസ്റ്റ് 1 4 1 4 7 9 10 1 4 7 9 10 14 16 17 14 16 17 19 19 21 23 24 and 28 31 32. കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ലാസ്റ്റ് ഭാഗമാണ്. ഈ ഒരു ഭാഗം കൂടി കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആകും കേട്ടോ. നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജറുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നോക്കിയേ. ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട് ദ quality assurance program cell at the hospital and be accountable for designing and establishing quality procedures, standards and specifications in hospital. എന്താ ഒരു ക്വാളിറ്റി മാനേജർ, ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലുള്ള ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ല്, അതായത് ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസുകള് കൈകാര്യം ചെയ്യുന്നതും ആസൂത്രണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സെല്ല് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കും. ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെല്ലാണ്. ആ ഒരു സെല്ലിന്റെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ആവശ്യമായ സപ്പോർട്ടുകളിൽ പിന്തുണ നൽകുക, അതുപോലെ ആൻഡ് ബി അക്കൗണ്ടബിൾ ഫോർ ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്. ആ ഹോസ്പിറ്റലിന് വേണ്ടതായിട്ടുള്ള ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങള് അല്ലെ, പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങള്, അതുപോലെ സ്പെസിഫിക്കേഷൻസ്, കൃത്യമായ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് സ്ഥാപിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ഒരു ക്വാളിറ്റി മാനേജർ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെല്ലിനെ കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്തുണ കൊടുക്കേണ്ടതും അതോടൊപ്പം തന്നെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന സർവീസുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി ആ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങള്, സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നത്, അതുപോലെ കൃത്യമായ സ്പെസിഫിക്കേഷൻസ്, കൃത്യമായ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണമെന്ന് സ്പെസിഫിക് ആയ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യേണ്ടതും അത് സ്ഥാപിക്കേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നതാ? ഒരു ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. Next, okay, he or she must encourage quality improvement in all the process and procedures of the hospitals and share reports. അതുപോലെ ഒരു ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം, കൊടുക്കുന്ന സർവീസുകളുടെ ഗുണനിലവാരം, അതിനുള്ളിൽ വരുന്ന ഓരോ പ്രോസസ്സും, ഓരോ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ടത് നിരീക്ഷിക്കുകയും ഇംപ്രൂവ് ചെയ്യാനുള്ള, മെച്ചപ്പെടുത്തലിനായുള്ള എൻകറേജ്മെന്റ്. എന്താ എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞാല്? എന്താണ്? പ്രോത്സാഹനങ്ങൾ അല്ലെ. ആ ഒരു സ്ഥാപനത്തിന് നല്ല ഗുണനിലവാരമുള്ള സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടപടിക്രമങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അത് മെച്ചപ്പെടുത്താനുള്ള പ്രോത്സാഹനങ്ങൾ നൽകേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയാണ്. ആൻഡ് ഷെയർ ദ റിപ്പോർട്ട്സ്, അതുപോലെ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അവർ ബന്ധപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റി വരുന്ന? ഒരു ക്വാളിറ്റി മാനേജർ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ക്ലിയർ ആണോ അത്രയും ഭാഗം? ഓക്കെ ആണോ? ഓക്കെ,
ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കീസ് ഓഫ് റെസ്പോൺസിബിലിറ്റിയിൽ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയിലേക്ക് കടക്കുകയാണ്. ഒരു 13 എണ്ണം ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് വൺ, എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് എക്സെട്ര. ഇതാണ് നമ്മുടെ നോൺ ക്ലിനിക്കൽ സർവീസുകളായിട്ടുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായ നോൺ ക്ലിനിക്കൽ സർവീസ് അല്ലെങ്കിൽ ചികിത്സാപരമല്ലാത്ത സേവനങ്ങളുടെ ഗുണനിലവാരം, അല്ലെ? അങ്ങനെയുള്ള സേവനങ്ങൾ, ഇപ്പൊ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആയിക്കോട്ടെ, സെക്യൂരിറ്റി ആയിക്കോട്ടെ, ഡയറ്റ് മുതലായ നോൺ ക്ലിനിക്കൽ സർവീസുകളുടെ നല്ലൊരു ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമതായി പറയുന്നത് എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ് ഇൻ OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, OT ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. ഇനി എന്താണ്, അവിടെ ഏതൊക്കെ ഏരിയയിലാണ് വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക. ഏതൊക്കെ ഏരിയയില? OPD ഏരിയ, അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഏരിയകളില്, വാർഡുകളില്, ലേബർ റൂമില്, ഓപ്പറേഷൻ തിയേറ്റർ മുതൽ അതുപോലെ തന്നെ പേഷ്യന്റ് അമ്യൂണിറ്റീസ് അല്ലെങ്കിൽ പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റി സൗകര്യങ്ങൾ, അല്ലെ, അതില് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്, നമ്മുടെ ഹോസ്പിറ്റലുമായി ഔട്ട്സോഴ്സ്, അല്ലെ, പുറമേന്നുള്ള ഏജൻസിയുമായി ബന്ധപ്പെട്ട് ചെയ്യുക. ലാബുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ ലോണ്ടറി പഠിച്ചപ്പോ ലോണ്ടറിയിൽ നമ്മൾ ഔട്ട്സോഴ്സ് സർവീസുകൾ പഠിച്ചു, അല്ലെ. അപ്പൊ പുറമേയുള്ള സർവീസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് കൂടിച്ചേർന്ന് നടത്തുന്ന സർവീസുകൾ. ഇങ്ങനെയുള്ള എല്ലാ ഏരിയയിലും കൃത്യമായിട്ട് നല്ലൊരു ക്ലീൻ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷവും ആര് ഉറപ്പുവരുത്തണം? ഒരു ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തണം. മൂന്നാമതായി പറയുന്നത് പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ് ആൻഡ് റീചെക്ക് സ്കോർ ഫോർ ദ ഫെസിലിറ്റി. ഇനി എന്താ? പീരിയോഡിക് ഇവാലുവേഷൻ, ആനുകാലികമായിട്ട് വിലയിരുത്തൽ നടക്കണം. ഓഫ് ഹോസ്പിറ്റൽസ് ഓൺ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ആനുകാലികമായി വിലയിരുത്തലുകൾ, ഇവാലുവേഷൻസ് നടത്തണം. ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് കൃത്യമായ മാനദണ്ഡങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ, കൃത്യമായ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ എലമെന്റ്സ് അവർ നടപ്പാക്കുന്നുണ്ടോ എന്ന കാര്യങ്ങൾ കൃത്യമായ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് അവിടുത്തെ ഗുണനിലവാരം ആനുകാലികമായി വിലയിരുത്തേണ്ടതും ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി, അവിടുത്തെ സൗകര്യങ്ങള് നല്ല കൃത്യമായ സ്റ്റാൻഡേർഡ് സ്കോറുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ, അല്ലെ? ഒരു മാനദണ്ഡമുണ്ട്, ക്വാളിറ്റിക്ക് കൃത്യമായ സ്റ്റാൻഡേർഡ്സിൽ എത്തണം, അല്ലെ? ആ ഒരു കൃത്യമായ സ്റ്റാൻഡേർഡ് സ്കോറിലേക്ക് അവിടുത്തെ സേവനങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ എന്ന് കൂടി ആര് ഉറപ്പുവരുത്തണം? ആ ഹോസ്പിറ്റലിലെ ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തണം. ആൻഡ് ഫോർത്ത് വൺ ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മറ്റൊരു പേരാണ് നീഡ്സ് അനാലിസിസ് അല്ലെങ്കിൽ നീഡ്സ് അസസ്മെന്റ്. അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് വിലയിരുത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? അവരുടെ ആവശ്യകതകൾ വിലയിരുത്തി പല കാര്യങ്ങളും താരതമ്യം ചെയ്ത് അവർക്ക് എന്ത് വേണം? അവർക്ക് മെച്ചപ്പെടുത്താനുള്ള, അല്ലെ, അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് വഴി ചെയ്യുന്നത്. അവിടെ എന്താണ് ഗ്യാപ്പ് അനാലിസിസ്? മറ്റൊരു പേരാണ് നീഡ്സ് അനാലിസിസ് അല്ലെങ്കിൽ നീഡ്സ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അവരുടെ ആവശ്യകതകൾ, ഓരോ ഹോസ്പിറ്റലിലെയും എന്തൊക്കെ ആവശ്യകതകളാണ് അത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് അവിടെ പ്രവർത്തന നിലവാരം എത്രത്തോളം ഉണ്ട്, അല്ലെ, നിലവിലത്തെയും ഇനി പ്രതീക്ഷിക്കാവുന്ന പ്രവർത്തന നിലവാരങ്ങൾ എങ്ങനെയുണ്ട് എന്ന് തമ്മിൽ താരതമ്യം ചെയ്ത് അവർക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ന്യൂനതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക. അതാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. Then develop action plan under the supervision of in charge of the hospital and monitor complaints. ഇനി ഹോസ്പിറ്റലിലെ ഇൻചാർജിലുള്ളവരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള മെച്ചപ്പെടുത്തലുകൾ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷൻ പ്ലാനുകള് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഇൻചാർജിലുള്ളവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മേൽനോട്ടത്തിൽ ഇങ്ങനെയുള്ള ആക്ഷൻ പ്ലാനുകള് ഡെവലപ്പ് ചെയ്യുകയും അത് കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക.
Then fifth one ആണ് facilitate conduct of meeting related to quality certification. നമുക്കറിയാം ഇപ്പൊ JCA, NAB മുതലായതൊക്കെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ആണ് അല്ലെ, അവരുടെ ഗുണനിലവാരത്തിനുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ആര് ചെയ്തു കൊടുക്കണം? ഒരു ക്വാളിറ്റി മാനേജർ ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു 5 പോയിന്റ് നമുക്കൊന്നുകൂടി നോക്കാം. നോക്കി, ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്? എൻഷുറിങ് ഗുഡ് ക്വാളിറ്റി, അതായത് നമ്മുടെ ചികിത്സാപരമല്ലാത്ത നോൺ ക്ലിനിക്കൽ സർവീസുകള്, അതായത് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് മുതലായ നോൺ ക്ലിനിക്കൽ സർവീസുകളിലും എന്ത് വേണം? നല്ലൊരു ഗുഡ് ക്വാളിറ്റി ആരുറപ്പുവരുത്തണം? ആരുറപ്പുവരുത്തണേ? ക്വാളിറ്റി മാനേജർ ഉറപ്പുവരുത്തേണ്ടതാണ്. രണ്ടാമതായി പറയുന്നത് എൻഷുവർ ക്ലീൻ സറൗണ്ടിങ്സ്, വളരെ വൃത്തിയുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉറപ്പുവരുത്തുക. ഏതൊക്കെ ഭാഗത്താണ്? OPD ഏരിയയില്, വാർഡില്, ലേബർ റൂമില്, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യൻസിന് കൊടുക്കുന്ന ഫെസിലിറ്റികളില്, ഔട്ട്സോഴ്സ് സർവീസുകള് മുതലായ എല്ലായിടങ്ങളിലും നല്ലൊരു വൃത്തിയുള്ള ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് പീരിയോഡിക് ഇവാലുവേഷൻ ഓഫ് ഹോസ്പിറ്റൽസിനെ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റ്, അതായത് ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകളുമായി ബന്ധപ്പെട്ട ഗുണനിലവാരം ക്വാളിറ്റി ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് അല്ലെങ്കിൽ ആനുകാലികമായിട്ട് വിലയിരുത്തേണ്ടതും, അതുപോലെ അവിടെ കൃത്യമായ സ്റ്റാൻഡേർഡ് സ്കോറുകളിലേക്ക് അവിടുത്തെ സേവനങ്ങൾ എത്തിച്ചേരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. Then fourth one ആണ് നമ്മൾ പറഞ്ഞത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് അല്ലെങ്കിൽ നീഡ്സ് അനാലിസിസ്. അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് വിലയിരുത്തുകയും അവിടെ തമ്മിൽ എന്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള ആവശ്യകതകളും ഇനി പ്രതീക്ഷിക്കാവുന്ന ആവശ്യകതകൾ എന്തൊക്കെയാണ് ഇതെല്ലാം തമ്മിൽ താരതമ്യം ചെയ്ത് അവരുടെ എന്തെങ്കിലും ന്യൂനതകളോ കാര്യങ്ങളോ കണ്ടെത്തിയാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്യണം അല്ലെ, നടപ്പിലാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. അത് ആരുടെ നേതൃത്വത്തിലായിരിക്കണം? അവിടെയുള്ള ഹോസ്പിറ്റൽ ഇൻചാർജ് ഉള്ളത് ആരാണോ അവരുടെ മേൽനോട്ടത്തിൽ ഈ നല്ല ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. ഇത് കൃത്യമായിട്ട് അവിടെ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുക. ഫിഫ്ത് വൺ എന്താണ്? ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് JCA, NAB മുതലായ ഏജൻസികൾ തരുന്ന ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? 5 പോയിന്റ്സ് ക്ലിയർ ആണോ? Okay. Then next പറയാലോ. Okay, sixth one നോക്കിയേ. Ensuring that the hospital meets all regulatory compliances like BMW. എന്താണ് BMW? എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ? ബയോമെഡിക്കൽ വേസ്റ്റ് ഒക്കെ പഠിച്ചില്ലേ വേസ്റ്റ് മാനേജ്മെന്റില്? പഠിച്ചിരുന്നോ ബയോമെഡിക്കൽ വേസ്റ്റ്? ഓക്കെ. Okay, ensuring that the hospital meets all regulatory complaints like നമ്മൾ പറഞ്ഞിരുന്നു AERB പഠിച്ചില്ലേ? AERB പഠിച്ചില്ലേ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിനുമായി ബന്ധപ്പെട്ട് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് അല്ലെ, അതുപോലെ ബ്ലഡ് ബാങ്ക്, സ്റ്റോറേജ് ലൈസൻസ്. അപ്പൊ ഇങ്ങനെയുള്ള ഏരിയകളൊക്കെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ റെഗുലേഷൻസ്, ലൈസൻസുകൾ, കാര്യങ്ങൾ വേണ്ടേ? കൃത്യമായ റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവും അല്ലെ. അതുപോലെ ഇപ്പോ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു AERB എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു അതോറിറ്റിയാണ് അല്ലെ, അവർക്ക് അനുമതി നൽകുന്ന ഒരു അതോറിറ്റിയാണല്ലേ നമ്മൾ പഠിച്ചത്
അല്ലെ? അപ്പൊ അവിടുത്തെ റെഗുലേഷൻസ്, അപ്പൊ ഇവര് കൊടുക്കുന്ന റെഗുലേഷൻസ്, ഇപ്പൊ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കുറെ നിയന്ത്രണങ്ങൾ, റെഗുലേഷൻസ് ഉണ്ടാവും. ബ്ലഡ് ബാങ്കില് ബ്ലഡ് സ്റ്റോറേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ലൈസൻസുകൾ, അതുമായി ബന്ധപ്പെട്ട റെഗുലേഷൻസ് ഉണ്ടാവും. AERB നമ്മുടെ റേഡിയേഷനുമായി ബന്ധപ്പെട്ടുള്ള ലൈസൻസ് അല്ലെങ്കിൽ അവരുടെ റെഗുലേഷൻസ് കാര്യങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് ആ ഹോസ്പിറ്റല് ശരിയായ രീതിയിൽ ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. Then seventh one ആണ് keep a record of non-functional devices and timeline for its repair along with AMC for all equipment. ഇനി എന്താ ഒരു keep record of non-functional devices, അതായത് പല ഡിവൈസുകളും നമുക്ക് എന്താണ് പ്രവർത്തനരഹിതമായിട്ട് പല ഉപകരണങ്ങളും ഇരിപ്പുണ്ടാവും അല്ലെ? അതൊക്കെ ഒരു ടൈം ലൈനോട് അല്ലെങ്കിൽ സമയബന്ധിതമായി കൃത്യമായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് വിത്ത് AMC എന്താ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട്, ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകൾ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായിട്ട് റിപ്പയർ ചെയ്യാനും അത് വളരെ സമയബന്ധിതമായി റിപ്പയർ ചെയ്ത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ ബന്ധപ്പെട്ടുള്ള ഈ AMC അല്ലെങ്കിൽ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടേണ്ടതും അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുകയും വേണം. Then eighth one ആണ് planning and workout modalities towards upliftment, preventive maintenance of equipments and vehicles and modernization of hospitals. ഇനി എന്താ അവിടുത്തെ ഹോസ്പിറ്റലിന്റെ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഉന്നമനത്തിന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഉയർച്ചയ്ക്കായിട്ട് എന്ത് വേണം? കൃത്യമായ രീതിയിലുള്ള ആസൂത്രണങ്ങൾ അല്ലെ? അവിടുത്തെ ക്വാളിറ്റി ഉറപ്പുവരുത്താൻ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉയർച്ച ഉന്നമനത്തിനായുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കണം അല്ലെ? പല പല ആക്ടിവിറ്റീസും നടപ്പിലാക്കണം. അതിനു വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട ഒരു രീതികൾ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്ലാനിങ്, വർക്ക്ഔട്ട് മുതലായ കാര്യങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ് ചെയ്യേണ്ടത്? ഒരു ക്വാളിറ്റി മാനേജറുടെ നിയന്ത്രണത്തിലാണ് ചെയ്യേണ്ടത്. ആൻഡ് മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്, അതായത് പ്രിവെന്റീവ് മെയിന്റനൻസ്, ആനുകാലികമായിട്ട് അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ട് ആ ഒരു ഉപകരണം വർക്ക് ആവാതിരിക്കുന്നതിന് മുൻപ് എന്ത് വേണം അല്ലെ? അതായത് കേടുപാട് വരുന്നതിന് മുൻപ് അത് മെയിന്റനൻസ് ചെയ്യണം. അതാണ് പ്രിവെന്റീവ് മെയിന്റനൻസ് എന്ന് പറയുന്നത്. ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ്, അതുപോലെ തന്നെയല്ലേ വാഹനങ്ങളുടെ കാര്യം അല്ലെ? അത് കേടായി കഴിയുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മെയിന്റനൻസുകൾ കൊടുക്കണം അല്ലെ? അതുപോലെ മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ, പുതിയ പുതിയ സൗകര്യങ്ങൾ വൽക്കരണങ്ങൾ വരുത്തി എന്ത് ചെയ്യുക? മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റലിനെ നവീകരിക്കുക അല്ലെ? മുതലായി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാനായിട്ടുള്ള കൃത്യമായ എന്താ രീതികള് പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യേണ്ടതും വർക്ക്ഔട്ട് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തൊക്കെയാണ് നമ്മൾ മൂന്നെണ്ണം പറഞ്ഞത്? സിക്സ്ത് വൺ എന്താ പറഞ്ഞത്? അവിടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് സ്റ്റോറേജുമായി ബന്ധപ്പെട്ട ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻസ് ആവാം, അല്ലെങ്കിൽ AERB അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള റേഡിയേഷൻ ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള കുറെ നിയന്ത്രണങ്ങളുണ്ട് അല്ലെ? ആ ഹോസ്പിറ്റൽ അതെല്ലാം അങ്ങനെയുള്ള റെഗുലേഷൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. സെവൻത്തിന് വേണം നമ്മൾ പറഞ്ഞത് ഇപ്പൊ നോൺ ഫങ്ഷണൽ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരുപാട് ഡിവൈസുകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് റിപ്പയർ ചെയ്യാനായിട്ട് ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുക. അപ്പൊ എല്ലാ എക്യുപ്മെന്റ്സും ഇങ്ങനെ ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്റ്റുകളിൽ ഉൾപ്പെടുത്തിയാൽ അവിടെ കൃത്യമായ സമയബന്ധിതമായി അത് റിപ്പയർ ചെയ്യാനും അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും അല്ലെ? അപ്പൊ അതിനു വേണ്ടി ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുമ്പോൾ അത് കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത് ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? ആ ഒരു ഹോസ്പിറ്റലിലെ ഉന്നമനത്തിനായിട്ട് കൃത്യമായി പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാമുകൾ നടത്തണം അല്ലെ? അതൊരു ഉപകരണത്തിന് വേണ്ടിയിട്ടാവാം, വാഹനങ്ങളാവാം, ഇതെല്ലാം അവിടെ കേട് വന്നതിന് ശേഷമല്ല റിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് മെയിന്റനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ മോഡേണൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ എന്ത് ചെയ്യുക? മോഡേണൈസേഷൻ നവീകരിക്കുക അല്ലെ? അതുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ രീതികളും ആ ഒരു ഹോസ്പിറ്റൽ ഉന്നമനത്തിന് വേണ്ടി ചെയ്യുന്ന ഇങ്ങനെയുള്ള എല്ലാ രീതികളും കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യേണ്ടതും വർക്ക്ഔട്ട് ചെയ്യേണ്ടതും ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ഒരു ക്വാളിറ്റി മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ അല്ലേ? ഇത്രയും
8 വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ബാക്കി ഒരു ചെറിയ കുറച്ച് പോയിന്റ്സും കൂടി ഉള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് പറയാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. ചാപ്റ്ററിന്റെ പേര് ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. കേട്ടോ, നിങ്ങളുടെ ഇത്രയും നമ്പർ കിടക്കുന്നത് 47 ആയിരിക്കും അല്ലെ? 47 എന്നാണോ നമ്പർ കിടക്കുന്നത്? ആൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 4th പേപ്പറിൽ 47 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ആ ചാപ്റ്ററിനെ കൂടി നോട്ട് ഒന്ന് കയ്യിൽ കരുതിയേക്കാം കേട്ടോ. താങ്ക് യു. Thank you, Miss. Thank you, ma'am.